ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ മാങ്ങായും ചക്കയും ഒക്കെ പറിച്ച് കഴിക്കുന്ന കാര്യം. എല്ലാവരും ആ ആഗ്രഹം കൊണ്ട് തന്നെ മാവും പ്ലാവും ഒക്കെ വാങ്ങി നടും. പക്ഷെങ്കിൽ മാവും പ്ലാവും ഒന്നും പൂക്കുന്നില്ല എന്നാണ് കൂടുതൽ പേരും പറയുന്നത്. അന്നേരം അത് പൂക്കാനുള്ള കുറച്ച് വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അന്നേരം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാർ ആരെങ്കിലും ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം നമുക്ക് ഇന്നത്തെ മാവും പ്ലാവും പൂക്കാനുള്ള ഒരു കിടിലം വിദ്യയുമായിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണയായിട്ട് ഈ ഒരു ഇതിൽ പറയുന്ന വളങ്ങൾ മാവും പ്ലാവിനും മാത്രമല്ല, നിങ്ങൾക്ക് ആത്തച്ചക്കയ്ക്ക്, അതുപോലെ തന്നെ ചെറി, അങ്ങനെ വീട്ടിലുള്ള ചാമ്പ, ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല വളങ്ങളാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ഹാംഫുള്ളോ കെമിക്കൽസോ ഒന്നുമല്ല, നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലേ, പ്ലാവിലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ഇതൊക്കെ നാച്ചുറലായിട്ട് വരുന്ന മാവാണ്. അതേസമയം നമ്മൾ വാങ്ങി വെക്കുന്ന ബഡ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇങ്ങനെ കായ് വരാനൊക്കെ താമസിക്കുന്നത്. നാച്ചുറലായിട്ട് ഇതേപോലെ ഇതൊക്കെ പഴയ പ്ലാവാണ്, ഇതൊക്കെ തന്നെ കായ്ക്കുന്നതാണ്, ഒരു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല. പക്ഷെങ്കിൽ ഇങ്ങനെ കായ്ക്കാതിരിക്കുന്ന പ്ലാവിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ നമ്മൾ ചുവട്ടിലായി തന്നെ കുറച്ച് തടമെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടിയും കൂടെ സമാസമം എടുത്ത് നല്ലതുപോലെ കുതിർത്തൊരു 3 ദിവസം വെച്ചതിന് ശേഷം ഇരട്ടി വെള്ളത്തിൽ ഒരു മഗ് ഈ ഒരു ലായനിയും അതേസമയം ഒരു ഇരട്ടി വെള്ളത്തിൽ അങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന വളരെ നല്ല ഒരു ഇതാണ് പൂക്കാനും കായ്ക്കാനും. അതുപോലെ തന്നെ വെള്ളം നല്ലപോലെ മാവിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും നല്ലപോലെ വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ തളിർത്ത് ഇതുപോലെ വരും. തളിർത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ഇലയ്ക്കകത്ത് കീടങ്ങൾ വന്ന് കുത്തി ഇലകൾ ഇതേപോലെ ചുരുണ്ട് നശിച്ചു പോവുകയാണ്. നിങ്ങളത് അങ്ങനെ വരുമ്പോൾ തന്നെ പറ്റുന്ന ഇലകളൊക്കെ അങ്ങ് പ്ലക്ക് ചെയ്ത് കളയുക, അതായത് പറിച്ച് മാറ്റി കളയുക. ഇത് കൂടുതൽ അത് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, അതായത് ഇൻസെക്ടിസൈഡ്സ്, കീടനാശിനികളൊക്കെ നമ്മളിതിൽ തളിച്ചു കൊടുക്കാം. കീടങ്ങളുണ്ടെങ്കിൽ തന്നെ ഇത് വരുന്ന പൂവും അല്ലെങ്കിൽ അതുപോലെ നല്ല നാമ്പുകളൊക്കെ കടിച്ച് തിന്നാൻ മാവിനെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ കീടനാശിനി, ഏറ്റവും നല്ല കീടനാശിനി നമ്മുടെ മാവിന് നല്ല വേപ്പിൻ ഇതിൻ്റെ നീം ഓയിൽ ചേർന്ന വേപ്പെണ്ണ മിശ്രിതം ചേർന്ന ഇൻസെക്ടിസൈഡ് തളിക്കുന്നതാണ് നമ്മുടെ വേപ്പിനൊക്കെ ഏറ്റവും നല്ലത്. കാരണം അത് നമുക്ക് മാങ്ങ ഉണ്ടായാൽ തന്നെയും ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒരു എഫക്റ്റുമില്ല. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് വേപ്പെണ്ണ മിശ്രിതം ചേർന്ന കീടനാശിനി തളിക്കുന്നത്. ഇത് നമുക്കിതുപോലെ ചെറിയ ഇത് കണ്ടോ, ചെറിയ ഒരു മാവാണ്. ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല നാമ്പല വരുമ്പോൾ തന്നെ പുഴുക്കളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈ ഇലകളൊക്കെ കടിച്ച് തിന്നുന്ന ഇൻസെക്ട്സ് വന്ന് അത് കടിച്ചങ്ങ് നശിപ്പിച്ച് കളയുകയാണ്. അന്നേരം എപ്പോഴും നിങ്ങൾ നോക്കുക, ഇതിൻ്റെ അകത്ത് ഇൻസെക്ട്സ് ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അതുപോലെ കേടായ ലീഫും ഒക്കെ പറിച്ചു മാറ്റി കളയുക. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് നമ്മുടെ മാവിനൊരു പുതിയ നല്ലൊരു എനർജി കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുകയിടാൻ പോവുകയാണ്. ഇതിനായിട്ട് നല്ലൊരു മൺചട്ടി എടുക്കുക. അതിലേക്ക് കുറച്ച് ഇതേപോലെ തൊണ്ടും ചകിരിയും കൂടെ എടുത്ത് ഒന്ന് കത്തിക്കുക. ഒന്ന് കത്തിച്ചതിന് ശേഷം അത് നല്ലതുപോലെ പുക വരും. ഒരിക്കലും തീ ആകരുത്, അതിൻ്റെ പുകയാണ് വേണ്ടത്. ഈ പുക നമ്മൾ ഒരു സന്ധ്യാസമയം ആകുമ്പോഴത്തേക്ക് മാവിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് ഇതേപോലെ ഒന്ന് കൊള്ളിച്ചു കൊടുക്കുക. ഇത് അതിൽ വന്നിരിക്കുന്ന ഇൻസെക്റ്റുകൾ ഒക്കെ ചത്തുപോകാനും അതുപോലെ മാവ് പൂക്കാനും ഈ പുകയിടുന്നത് നല്ലതുപോലെ സഹായിക്കും. ഇങ്ങനെ നമ്മൾ പുകയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മാവ് പൂക്കുമെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് അങ്ങ് ചൂട് കൊടുത്ത് മാവ് ഉണങ്ങിപ്പോകാൻ ഇടയാകരുത്. ഇതുപോലെ കുറച്ച് അകലത്തിൽ വെച്ച് ഇതുപോലെ അതിൻ്റെ പുക മാവിന് കിട്ടണം. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇത് വളരെ നല്ല ഒരു മെത്തേഡാണ് മാവ് പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്.
ഇത് കണ്ട മാവിൻ്റെ തളിരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് പൂക്കും. അതിന് മുമ്പായിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഇങ്ങനെ പുകയിൽ വിടുന്നത് ചെയ്യുന്നത്. ഒട്ടും പൂക്കാത്ത മാവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. മാവ് നല്ലതുപോലെ പുകയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോതിരവളയം എന്ന് പറയുന്ന വേറൊരു മെത്തേഡുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. മോതിരവളയം ഇട്ട് കഴിഞ്ഞാലും കായ്ക്കുമെന്ന് പറയും. പക്ഷേ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മോതിരവളയം ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മാവ് ഉണങ്ങിപ്പോയി എന്ന്. അന്നേരം അതുപോലുള്ള കാര്യങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. പുകയിടുമ്പോൾ മാവ് ഉണങ്ങി പോകാതെ ശ്രദ്ധിക്കണം. ചെറിയൊരു പുകയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ സൈഡിൽ തന്നെ ഒരു 3 മാവ് നിൽപ്പുണ്ട്. അന്നേരം ഇങ്ങനെ പുക കിട്ടാൻ നേരം ആ 3 മാവിന് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ പുകയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കടകളിൽ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാവ് പൂക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സ്പ്രേകൾ ഒക്കെ കിട്ടും. അതല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഉപ്പ് കൊണ്ടുള്ളൊരു വിദ്യയാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഉപ്പല്ല, ഇത് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നതാണ്. വേറൊരു പേരാണ് എപ്സം സാൾട്ട്. ഒരുപാട് പേർക്ക് കംപ്ലൈൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ഇത് കല്ലുപ്പാണോ അതുപോലെ വേറെ ഏത് ഉപ്പാണോ എന്ന് പറഞ്ഞു തരാമെന്ന്. ഇത് നിങ്ങൾ നഴ്സറികളിലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിലോ ചെന്ന് ചോദിക്കാം. മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സോൾട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ മാവിനും പ്ലാവിനും മരങ്ങൾക്ക് ഈ തക്കാളി പച്ചക്കറികൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതിന് പക്ഷേ ഓരോന്നിനും ഓരോരോ ഡോസേജാണ്. ഈ മരങ്ങൾക്ക്, അതായത് ഫലവൃക്ഷങ്ങൾക്കൊക്കെ നമുക്ക് ഒരു പിടി, നല്ല ഒരു പിടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വേരിനോട് ചേർത്തിടാതെ കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല തളിരിലകൾ, ഒരുപാട് പച്ച ഇലകൾ, ബ്രാഞ്ചസ് വന്ന് നല്ലതുപോലെ പൂക്കാൻ ഈ മഗ്നീഷ്യം സൾഫേറ്റ് സഹായിക്കും. അതുമാത്രമല്ല നല്ല പച്ച നിറത്തിലായിരിക്കും ഈ ഇലകളും അതുപോലെ വരുന്ന മാങ്ങായും ഒക്കെ കാണാനും മാങ്ങായ്ക്കൊക്കെ നല്ല മധുരം കിട്ടാനും ഈ മഗ്നീഷ്യം സൾഫേറ്റ് സഹായിക്കും. ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വേരോട് ചേർന്നിടാതെ അതിൽ നിന്ന് കുറച്ച് അകലം വയ്ക്കണം, കുറച്ച് മാറ്റി ഇതുപോലെ ഒന്ന് കുറച്ച് മണ്ണൊന്ന് മാറ്റി ഒന്ന് തൂമ്പ വല്ല ഒരു തടം പോലെ എടുക്കുക. തടം പോലെ എടുത്തതിന് ശേഷം നല്ല ഒരു പിടി മഗ്നീഷ്യം സൾഫേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കുക. ഇതേപോലെ പ്രൊസീജിയർ നല്ല ചുറ്റും തടവെടുത്തതിന് ശേഷം ഒരു പിടി മഗ്നീഷ്യം സൾഫേറ്റ്. മാവിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. ഒരുപാടങ്ങ് കൂട്ടി കൊടുക്കേണ്ട. ഒരു പിടി അല്ലെങ്കിൽ മുതൽ ഒരു ബൗള്, ഒരു ചെറിയ ബൗൾ നിറച്ച് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഉപ്പ് കൊണ്ടുള്ള വിദ്യ അല്ലാതെ തന്നെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് NPK വളങ്ങൾ വളരെ നല്ലതാണ് പൂക്കാനായിട്ട്. അതിൻ്റെ കൂടെ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 18 അത് 19 വളരെ നല്ലതാണ് പൂക്കാനൊക്കെ. ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ വെള്ളത്തിൽ അങ്ങോട്ട് കലക്കി കൊടുക്കാം. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു ചിരട്ടയ്ക്ക് ഒരു ബക്കറ്റ് വെള്ളം, ആ ഒരു അളവിൽ നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഓരോ മഗ് വീതം എല്ലാ മാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട. ഒരുപാട് NPK ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മാവൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്ത് വേരോട് ചേർക്കാതെ കുറച്ച് അകലം പാലിച്ച്. ഇത് നമ്മുടെ ചെറി പ്ലാന്റ് ആണ്. ചെറിയൊരു ചെറി പ്ലാന്റ് വാങ്ങി വെച്ചതാണ്. ഒരുപാട് ഇപ്പം ഇത്രയും വലുതായി വന്നിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മൂട്ടിലോട്ട് ചേർത്ത് ഒഴിക്കാതെ ഇച്ചിരി ഒന്ന് മാറ്റി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതും വളരെ നല്ലതായിട്ട് ഇതിൻ്റെ ഗ്രോത്തിനും പുതിയ മാവിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഈ വളവും. ഇതെല്ലാവർക്കും കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് മാത്രമല്ല വേറൊരു വളത്തിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പൊട്ടാഷ്യം ഫോസ്ഫറസും ചേർന്ന വളങ്ങൾ വേണം എപ്പോഴും നമ്മൾ മാവൊക്കെ പൂക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. പൊട്ടാഷ്യാണ് ഏറ്റവും കൂടുതൽ പൂക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വളം. ഇതേപോലെ എല്ലാ മാവിനും ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നല്ലതുപോലെ പൂക്കാൻ സഹായിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, ഇത് കണ്ടോ ചെറി പൂത്തതാണ്, ചെറിയൊക്കെ പൂത്ത് വരുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
അതുപോലെ തന്നെ മാവ് പൂക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യകൾ അറിയാമെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അത് എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും. കമൻറ്റ് റീഡ് ചെയ്യുന്ന എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.